ഹായ്, വെൽക്കം ബാക്ക് ടു വർണ്ണപ്പകിട്ടിന്ന്. നമ്മൾ ബ്രാൻഡ്സിലോട്ടാണ് പോകാൻ പോകുന്നത്. നമ്മൾ ആൽബമേ പോയ പോലെ തന്നെ നമ്മൾ 3 ഫാമിലി ഒരുമിച്ചാണ് നമ്മൾ ബ്രാൻഡ്സിലോട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല കാണാനൊക്കെ നല്ല സൂപ്പറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ എടുത്തത്. സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. പോകുന്ന വഴിയെല്ലാം ഇതേ കണക്ക് പ്രകൃതി രമണീയമായിരുന്നു. നമ്മൾ ഒരു വീടാണ് എടുത്തത്. ഇതാണ് നമ്മളെ വീട്. ഒരു 8 ബെഡ്റൂമുള്ള 8 ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ് നമ്മൾ എടുത്തത്. അടിപൊളി വീടായിരുന്നു, ഒന്നും പറയാനില്ല. ഇത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ കിഡ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന ബെഡ്റൂമായിരുന്നു. ഒരു 4 ബെഡ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് TV, അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൂടി ഉൾപ്പെടുത്തി കിഡ്സിന് കുറച്ച് ടോയ്സ് കാര്യങ്ങളും എല്ലാം കൂടി ഉള്ള ഒരു റൂം ഉണ്ടായിരുന്നു. പിന്നീട് വരുന്ന കിച്ചണാണ്. പിന്നെ വരുന്ന റൈറ്റ് സൈഡിൽ ഇതേപോലെ ഒരു ബെഡ്റൂമായിരുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമുള്ള കിങ് സൈസ് ബെഡ്റൂമായിരുന്നു. പിന്നെ കാണുന്നത് കിച്ചണാണ്. ലിവിങ് ഏരിയയുമായിട്ടുള്ളൊരു കിച്ചണാണ്, ഓപ്പൺ കിച്ചണാണ്. അടിപൊളിയായിരുന്നു. പിന്നെ താഴോട്ട് സ്റ്റെയർ, താഴെ 4 ബെഡ്റൂമുണ്ട്. പിന്നെ വരുന്നത് ഇതൊരു ലോണ്ട്രി വാഷർ ഡ്രയർ ഇരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെയാണ് ഒരു ബെഡ്റൂമായിട്ട് ഒരു കിങ് സൈസ് തന്നെ ബെഡ്റൂമായിരുന്നു. ഇത് 4ാമത്തെ ബെഡ്റൂം. മൊത്തം 4 ബെഡ്റൂമാണ് മുകളിലുള്ളത്. നമ്മളത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ നമ്മൾ താഴെ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെയും നമുക്ക് വേണ്ടി 4 ബെഡ്റൂം തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട്. പിന്നെ താഴെ നമുക്ക് പ്ലേ ഏരിയ, കുറേ സംഭവങ്ങൾ കളിക്കാനും കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഒരു കൊച്ചു കിച്ചൺ സെറ്റപ്പും എല്ലാം ഉണ്ട്. ഇതൊരു 1ാമത്തെ ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂം ഇതും ഒരു ലോണ്ട്രി റൂമാണ്. ഇവിടെ വാഷർ ഡ്രയറും താഴെയും ഉണ്ട്, മുകളിലും ഉണ്ട്. ഇത് പ്ലേ ഏരിയ ആയിട്ട് കുറച്ച്, ഇത് ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട് ഇവിടെ, ഡൈനിങ്ങും എല്ലാം ആയിട്ട്, ലിവിങ്ങും എല്ലാം ആയിട്ട്. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. ഇത് 3ാമത്തെ ബെഡ്റൂമാണ് ഈ കാണിക്കുന്നത്. എല്ലാം കിങ് സൈസ് തന്നെ. ഇത് ഇവിടുത്തെ എല്ലാം, ഈ താഴത്തെ എല്ലാം നമ്മൾ ഒന്നും യൂസ് ചെയ്തില്ല. പിന്നെ നമുക്ക് ബാറ്റിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതേപോലെ ആയിരുന്നു. ഇതൊരു ജഗ്ഗൂസിയാണ്. നമ്മൾ ഹോട്ട് ഡബ് ഹോട്ടാക്കി വെള്ളം നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്തിരുന്ന് സെറ്റാവാം. അപ്പോൾ അതിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടി. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം കൂടി ഉണ്ടായിരുന്നു. 4ാമത്തെ ബെഡ്റൂമാണ്, കിങ് സൈസ് തന്നെ, എല്ലാ അറ്റാച്ച്ഡ് ബാത്റൂമുമായിട്ടുള്ള ഒരു ബെഡ്റൂം. അതിനുശേഷം നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ സ്വിമ്മിങ് പൂളുണ്ട്. അപ്പോൾ നമ്മൾ സ്വിമ്മൊക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച്. പിന്നെ മുകളിൽ പാറ്റിയോയിൽ ഇതേപോലെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. നമുക്കിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡൈനിങ്ങും എല്ലാം ആയിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളതിൽ ചിക്കനും എല്ലാം ഗ്രില്ല് ചെയ്ത്. ശരിക്കും നമ്മളുടെ തകർത്ത് തിമിർത്ത് എന്ന് തന്നെ പറയാം. നമ്മളെ ഗ്രില്ല് ചെയ്ത ചിക്കനും സാൽമണും എല്ലാം റെഡിയാണ്. നമ്മളിനി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അടിപൊളിയൊരു ദിവസമായിരുന്നു. നമ്മൾ കഴിച്ചിട്ട് കിടന്ന് അടുത്ത ദിവസം രാവിലെ നമുക്ക് ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ശരിക്കും പുറത്തോട്ട് പോകണമെന്ന് തന്നെ ഒരു സംശയം, കാരണം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്ത പൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചിട്ട് ടൈറ്റാനിക് മ്യൂസിയം, പിന്നെ അക്വേറിയം, അങ്ങനെ പല സ്ഥലങ്ങൾ കവർ ചെയ്യണം ഇന്ന് തന്നെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് തീരുമാനിച്ച് റെഡിയായി ഇറങ്ങി. അപ്പോൾ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.